Hi guys, welcome back to my YouTube channel. So this is one of the most requested video of 2025, but I couldn't do it because I was so much invested in the school system world. But right now I'm glad I could do this, and I guess I'm partially eligible to do this also because എനിക്ക് ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം ഇതിനെപ്പറ്റി സംസാരിക്കാൻ കുറച്ച് എന്താ പറയുക അധികാരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ നോ ലോട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ബിസിനസ്സിനെ പറ്റി അധികം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഐ ഹാവ് ഹാഡ് മൈ ഡൗൺഫോൾസ് ആൻഡ് അതിൽ നിന്ന് ഞാൻ എണീറ്റ് വന്ന് എനിക്ക് എന്താ മിസ്റ്റേക്സ് ബിസിനസ്സിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ യു. ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് നോട്ട് ഫോർ ആഷ് പൂഷ് പീപ്പിൾ, അതായത് ബിസിനസ്സിൽ സെറ്റായിട്ട് നിൽക്കുന്നവർക്കുള്ളൊരു വീഡിയോ അല്ല. കോളേജ് സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലിപ്പോൾ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ആൻഡ് ഐ ഗസ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ആൻഡ് ഭാവിയിൽ നിങ്ങൾക്കൊരു ഷോപ്പൊക്കെ ഓഫ്ലൈൻ തുടങ്ങാനും അങ്ങനത്തെ ഇതിനൊക്കെ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സോ ഇപ്പോൾ സ്കൂളും കോളേജൊക്കെ അടച്ചു കൂട്ടിയോണ്ട് എവറിബഡി സിറ്റിംഗ് ഹോം ചൊറിയും കുത്തി വേറെ ഒരു പണിയില്ല, റീൽസൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. ആൻഡ് വെറുതെ പൈസ ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇറ്റ്സ് ലൈക്ക് എ ബേസിക് വർക്ക് ഫ്രം ഹോം. വീട്ടിൽ നിന്ന് ജോലി എടുക്കുന്നു ആൻഡ് പൈസ ഉണ്ടാക്കുന്നു. യാ, അത്രേ ഉള്ളൂ. മേക്ക് യുവർ പേരൻറ്റ്സ് പ്രൗഡ്, ഏൺ ഇൻകം ആൻഡ് ബൈ തിങ്സ് ഫോർ ദം, ബൈ തിങ്സ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൈസ വീട്ടിൽ ചോദിക്കാണ്ട് പൈസ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നത് വേറെ ലെവൽ ഫീലാണ് ഗൈസ്. വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് യു വിൽ റിയലി എൻജോയ് ഇറ്റ്. പറയാണ്ടിരിക്കാൻ വയ്യ. ബിക്കോസ് ഞാൻ പൈസ എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ട് ഏകദേശം ഒരു 6 ഇയേഴ്സ് മുകളിലായി. ഞാൻ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റായി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ആൻഡ് ഇനി ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എൻ്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് പൈസ ചോദിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് വെരി ഓക്വേർഡ്. ഐ ഡോണ്ട് റിമെമ്പർ ആസ്കിങ് മണി ഫ്രം ഹോം ഫോർ എ ലോങ് ടൈം. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ആവണം, മനസ്സിലായ? വീട്ടുകാരെ നമ്മളൊരു പരിധി കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പം ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. ആൻഡ് ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദ വെരി ബേസിക് മെത്തേഡ്. ഓക്കെ, ഞാൻ എങ്ങനെ ചെയ്യുന്നത്, ഹൗ ഐ സ്റ്റാർട്ടഡ് ആൻഡ് ഇപ്പം ഞാൻ ഏത് സ്റ്റേജിലാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. സോ ബേസിക്കലി ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പായിട്ട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങുമല്ല, നിങ്ങൾക്കൊരു ഇൻകമിന് വേണ്ടിയാണെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ഷോപ്സ്. അതായത് ഓൺലൈൻ സ്റ്റോഴ്സ് ആണെങ്കിലും ഓഫ്ലൈൻ തുടങ്ങി ഓൺലൈൻ സ്റ്റോർ, അതായത് ഓഫ്ലൈൻ നമുക്കൊരു ഷോപ്പുണ്ട്, ഓൺലൈൻ അവരുടെ പേജ് ഉണ്ട്. അപ്പം അതിലോട്ട് മോഡൽസിനെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി വർക്ക് അവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് അവരുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് നിങ്ങൾ വീഡിയോസിൽ വരിക, മോഡലായിട്ട് അഭിനയിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഡ്രസ്സ് നിങ്ങളുടെ വീട്ടിലോട്ട് അയച്ചു തരും. ആ ഡ്രസ്സ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക. ആൻഡ് ആ ഡ്രസ്സ് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് മന്ത്ലി കമ്മീഷൻ ബേസിൽ പൈസ ഏൺ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ഫോർ മോസ്റ്റ്ലി ഫീമെയിൽസിനാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ DM മീ ഡയറക്റ്റ്ലി ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പേജസ് എനിക്കറിയാം, ഞാൻ അവരെ സജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം. സോ സെൻഡ് ദം യുവർ പോർട്ട്ഫോളിയോ ആൻഡ് ഗെറ്റ് സെലക്റ്റഡ് ആൻഡ് ഏൺ മണി മന്ത്ലി. മനസ്സിലായോ? മന്ത്ലി ഒരു 10K ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. യാ, ബേസിക്കായിട്ട് അങ്ങനെ പോകും. അപ്പം പിന്നെയുള്ളത്, ഇനി ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് യുവർ ഓൺ ഷോപ്പ്, അതായത് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും വെരി സ്മോൾ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് സ്മോളിൽ നിന്ന് തുടങ്ങാം. അതാണല്ലോ ഏറ്റവും നല്ലത്. യു ഷുഡ് നെവർ, ഒരിക്കലും നമ്മൾ ബിസിനസ്സിൽ ഒരുപാട് പൈസ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ട് കളയരുത്. ചെറുതായിട്ട് ചെറുതായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യു ക്യാൻ ബിൽഡ്. അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വെരി അക്യുറേറ്റ് ഐഡിയ. ഞാൻ ചെയ്ത ഒരു നല്ല കാര്യം അതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ഞാൻ ആദ്യം തന്നെ എന്താ ഒരു 4 ലക്ഷം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാം എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഡു ഇറ്റ് വെരി സ്ലോ. ഫസ്റ്റ് ഓക്കെ, അതിലോട്ട് നമുക്ക് പോവാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഷോപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ്, അതായത് ബേസിക്കായിട്ട് ഇഫ് യു ആർ 18 ഇയേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ 16, 17, 18 വാട്ട് എവർ ഏജ് റേഞ്ച് നിങ്ങളാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ക്യാപിറ്റൽ ഇല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പൈസ ഇല്ല, സോഴ്സ് ഇല്ലെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് റീസെല്ലിങ്. റീസെല്ലിംഗ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പം നല്ല നല്ല ബ്രാൻഡ്സ്, നല്ല നല്ല ഷോപ്സ്, നല്ല നല്ല ഇപ്പം എൻ്റെ റൂഹ് പോലെ വേറെ വേറെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ഉണ്ടാവും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് ഉണ്ടാവും, വെബ്സൈറ്റ്സ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഷോപ്സിൽ നിങ്ങൾക്ക് അവരുടെ, അതായത് റീസെല്ലേഴ്സ് ആ വെൽക്കം എന്ന് ബയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീസെല്ലേഴ്സ് വെൽക്കം ആയിട്ടുള്ള ഷോപ്സിലോട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അവരുടെ പെർമിഷനോട് കൂടി വാങ്ങിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങി നിങ്ങൾക്കത് വിൽക്കാം. ലൈക്ക് യു ക്യാൻ പ്രൊമോട്ട് ഇറ്റ്. ഓക്കെ, അത് പ്രൊമോട്ട് ചെയ്ത് അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർജിൻ കൂട്ടി വിൽക്കാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഒരു ഡ്രസ്സ് 250 ആണെങ്കിൽ നിങ്ങൾക്കൊരു
100 rupees എക്സ്ട്രാ ഇട്ടിട്ട് ഒരു 350 റേഞ്ചിൽ വിറ്റ് പ്ലസ് ഷിപ്പിംഗ് നിങ്ങൾ വാങ്ങുക. ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഡ്രസ്സ് മാർജിൻ വൈസ് വാങ്ങാൻ പറ്റും. അതിപ്പം ഇൻസ്റ്റ വഴിയുള്ള പേജസ് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ വേറെ സോഴ്സ് വഴിയാണെങ്കിലും എടുക്കാൻ പറ്റും. വേറെ ഷോപ്സ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് അവരുടെ പെർമിഷനോട് കൂടി റീസെല്ലിംഗ് വഴി നിങ്ങൾക്ക് പേജ് തുടങ്ങാൻ പറ്റും. ആൻഡ് റീസെല്ലിംഗ് വഴി നിങ്ങൾ പൈസ കൂട്ടി വെച്ച് കുറച്ച് ക്യാപിറ്റൽ ആകുമ്പോൾ ഒരു 5K 10K ഒക്കെ നിങ്ങൾ ഏൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുക. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മോസ്റ്റ് ബേസിക് സ്റ്റെപ്പ്. സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് തുടങ്ങാൻ പറ്റിയൊരു ഇതാണ് റീസെല്ലിങ്. ആൻഡ് ഞാനിത് കോളേജിൽ പഠിക്കുമ്പോൾ ഐ യൂസ് ടു സ്റ്റേ ഇൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്ന ഒരു സംഭവമാണിത്, ലൈക്ക് റീസെല്ലിങ്. ആൻഡ് റീസെല്ലിങ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ യു ഹാവ് ദിസ് ഡ്രീം ഇൻസൈഡ് യു, നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങണം, എനിക്ക് സ്വന്തമായിട്ട് കസ്റ്റം ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് സ്റ്റെപ്പ്. റീസെല് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം വരുമോ, നമുക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സില്ല, നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടെങ്കിലും ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് സ്റ്റെപ്പ്. എൻ്റെ ആ ടൈമിൽ ഹോസ്റ്റൽ ഫീസ് 3000 ആണ്. അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയൊരു സംഭവമാണ്. ആൻഡ് ഐ ഫീൽ റിയലി ഹാപ്പി. വീട്ടിൽ ചോദിക്കാണ്ട് ഓൾറെഡി ഫീസ് 2 ലക്ഷം രൂപ കോളേജിൽ കൊടുക്കുന്നുണ്ട് അവർ. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഹോസ്റ്റലിലോട്ട് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി, അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഞാൻ തുടങ്ങിയ സംഭവമാണ് റീസെല്ലിങ്. ആൻഡ് ഐ വാസ് ഇൻ ടു ആർക്കിടെക്ചർ. പക്ഷേ ഈ റീസെല്ലിംഗ് പരിപാടി തുടങ്ങി എനിക്ക് ഡ്രസ്സിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഞാൻ ആർക്കിടെക്ചർ വിട്ടിട്ട് ഞാൻ ഡ്രസ്സിൻ്റെ കാര്യങ്ങളിലോട്ട് വന്നു. ലൈക്ക് എനിക്ക് ബൊട്ടീക്ക് തുടങ്ങണം, ദിസ് ഈസ് മൈ ഫീൽഡ് എന്നെനിക്ക് മനസ്സിലായത്. സോ നല്ല നല്ല പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക. റീസെല്ലി ആണെങ്കിലും നിങ്ങൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി നോക്കുക. അതായത് അവരുടെ അടുത്ത് നിന്ന് ആദ്യം നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് റിട്ടേൺ കൊടുക്കാം. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അതൊന്ന് വാഷ് ചെയ്ത് നോക്കുക, കളർ ഫെയ്ഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വായിലിരിക്കുന്ന തെറി നിങ്ങൾ കേൾക്കേണ്ടി വരും. സോ ഡൂ ഇറ്റ്. ഫസ്റ്റ് റീസെല്ലിംഗ് വെച്ച് തുടങ്ങുക. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ്, ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു 5K 10K ഒക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡക്ട്സ് വാങ്ങുക. ഓക്കെ, അതും ഐ തിങ്ക് ഡ്രസ്സിനേക്കാളും കൂടുതൽ ലാഭം ജ്വല്ലറീസ് വാങ്ങുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റ തുറന്നാൽ ഫുള്ള് ജ്വല്ലറീസ് ആയിരിക്കും. കാരണം എനിക്ക് തന്നെ കൊളാബ് വരുന്ന കൂടുതലും ജ്വല്ലറീസാണ്. ജ്വല്ലറീസിന് ഭയങ്കര ഡിമാൻഡാണ് സത്യം പറഞ്ഞാൽ. ലൈക്ക് മാർക്കറ്റിൽ ഭയങ്കര ക്ലാഷ് ഉള്ളൊരു സംഭവമാണ്. കാരണം ഇപ്പം തൊട്ടാലും പിടിച്ചാലും ഒക്കെ ജ്വല്ലറീസ് ഉണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിനേക്കാളും കൂടുതൽ ഓൺലൈൻ സ്റ്റോറാണ് കത്തി നിൽക്കുന്നത്. എവ്രിബഡി ഈസ് ഇൻ ടു ഓൺലൈൻ ഷോപ്പിംഗ്. ആൻഡ് ഓഫ്ലൈനിൽ വലിയ വിലയൊന്നുമില്ല. ഓഫ്ലൈനിൽ വില ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ സുഡിയോ, H&M, വെസ്റ്റ് സൈഡ് അങ്ങനെയുള്ള ഷോപ്സിനൊക്കെ പിന്നെ മാർക്കറ്റുള്ളൂ. അല്ലാണ്ട് കൂടുതലും ഓഫ്ലൈൻ സ്റ്റോറിനേക്കാളും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ സ്റ്റോറാണ്. സോ 5K 10K ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് തുടങ്ങി ബിഗിനറായിട്ട് നിങ്ങൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾ 10Kക്ക് പ്രൊഡക്ട്സ് എടുക്കുകയാണെങ്കിൽ ലൈക്ക് സെൽ ഇറ്റ് ഇൻസ്റ്റ വഴിയോ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് വഴി വിറ്റിട്ട്, ഇപ്പോൾ 10K ആണ് പ്രൊഡക്ട്സിൻ്റെ ഇതെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് മിനിമം 15K കിട്ടണം. അതായത് 5K പ്രോഫിറ്റ്. അങ്ങനെ ബിൽഡ് ചെയ്ത് കുറച്ച് എമൗണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും 10Kക്ക് വിറ്റ് 10Kക്ക് സാധനം എടുത്ത് നഷ്ടത്തിലോട്ട് നിങ്ങൾ പോകരുത്. ലൈക്ക് ഓക്കെ എന്നാൽ കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കാം, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ബിസിനസ്സിൽ ചിന്തിക്കരുത്. നിങ്ങൾ എടുക്കുന്ന മാർജിൻ എത്രയാണോ അതിലും കൂടുതലായിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, അത് തന്നെ ഡിസ്കൗണ്ട് ഒന്നും കൊടുത്ത് മൂഞ്ചാണ്ട് ഇരിക്കുക. ലൈക്ക് യു നീഡ് ടു ഹാവ് എ ബാലൻസ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ ഫസ്റ്റ് 10K എടുക്കുക ആൻഡ് 15K ബിൽഡ് ചെയ്യുക. അപ്പോൾ ഒരു 5K പ്രോഫിറ്റ് വന്നു. പിന്നെ ഒരു 10Kക്ക് സാധനം എടുക്കുക. പിന്നെ 15K ആണെങ്കിൽ അവിടെ 10K മൊത്തം പ്രോഫിറ്റായി. പിന്നെ 15Kയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഒരു 20K കിട്ടും. പിന്നെ ഒരു 5K അവിടെ വന്നു. അപ്പോൾ നമുക്ക് ഇതിന് ലാഭം നമുക്ക് അവിടെ മാറ്റി വയ്ക്കാൻ മനസ്സിലായോ? നമ്മൾ ഒരിക്കലും ഇപ്പം 10Kക്ക് സാധനം എടുത്ത് പിന്നെ എന്നാൽ നമുക്ക് 15K കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി 15Kക്ക് എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 10Kക്ക് തന്നെ എടുക്കുക. 5K ഇങ്ങനെ ലാഭം മാറ്റി വെച്ച് കുറച്ച് കൂട്ടി വരിക. 10Kന്ന് മെല്ലെ 15Kയിലോട്ട് പോവുക. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സാധനം എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കണം. 10K നമ്മുടെ കയ്യിൽ എപ്പോഴും ഇരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നഷ്ടത്തിലോട്ട് പോകരുത്. ഓക്കെ, സോ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഞാൻ റൂഹ് ഫസ്റ്റ് തുടങ്ങിയപ്പം ഐ പർച്ചേസ് ഫ്രം ഡൽഹി മുംബൈയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തത്. സോ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പം എനിക്ക് വന്നൊരു ഡിഫോൾട്ട്, ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് പുറത്തുനിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തുനിന്ന് പോയി സാധനം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ എക്സ്പെൻസ് എഴുതണം. അതായത് ഐ ഹാവ് ദിസ് ഒരു ചെറിയ നോട്ട്ബുക്ക് ഉണ്ട്. ആ നോട്ട്ബുക്കിലാണ് ഞാൻ എല്ലാ ചിലവുകളും എഴുതേണ്ടിയിരുന്നത്. ബട്ട് ഐ ഡിഡ്ന്റ് റൈറ്റ് ഇറ്റ് ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. ഡൽഹി പോയി അവിടെ ഇവിടെയൊക്കെ കണ്ട് പർച്ചേസൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈവൻ നമ്മൾ എടുക്കുന്ന ഹോട്ടൽ റൂംസ്, നമ്മൾ കുടിക്കുന്ന ചായ, ഫുഡ്, എന്തൊക്കെ ചിലവുണ്ടോ അത് മൊത്തം എഴുതണം. അതിൻ്റെ
ഇതായിരിക്കണം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്ക് എടുക്കാൻ പോയി, ഞാനിപ്പോൾ സ്റ്റോക്ക് എടുക്കാൻ പോയി, ഞാൻ സ്റ്റോക്ക് എടുത്തത് 60Kക്കാണ്. 60Kക്ക് ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോയിട്ട് ഞാൻ 20K അവിടെ എക്സ്ട്രാ ചിലവാക്കുവാണ്, ലൈക്ക് ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ. അത് ഞാൻ എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ എനിക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല, മനസ്സിലായോ? സോ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് എഴുതുക, അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ഇതാക്കണം, അത് ബാലൻസ് ഔട്ട് ചെയ്യണം നമ്മൾ സാധനം വിൽക്കുമ്പോൾ. ഓക്കെ. ആൻഡ് ഡെഡ് സ്റ്റോക്ക് വരുമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളിങ്ങനെ ഡൽഹിയിൽ നിന്നും അവിടെ നിന്നൊക്കെ സാധനം പോയി എടുക്കുകയാണെങ്കിൽ ഡെഡ് സ്റ്റോക്ക് വരികയാണെങ്കിൽ യു ക്യാൻ ഡു ഓഫേഴ്സ് കൊടുക്കാം, ഡിസ്കൗണ്ട്സ് കൊടുക്കാം, ഗിവ് അവേസ് കൊടുക്കാം. ആൾക്കാർക്ക് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, വിച്ച് ഇൻക്രീസസ് യുവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതായത് ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റും ഗിവ് അവേ ഒക്കെ കൊടുത്ത്. അങ്ങനെ അത് യൂസ് ചെയ്യുക. എങ്ങനെ ഡെഡ് സ്റ്റോക്ക് വരുവാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. എന്തെങ്കിലും രീതിയിൽ നിങ്ങളെപ്പോഴും യു ഷുഡ് ബി വർക്കിംഗ് ഇൻ യുവർ ഹെഡ്. ഓക്കെ. പിന്നെ എൻ്റെ ഷോപ്പ് തുടങ്ങിയ ഫസ്റ്റ് എൻ്റെ പേജിന് 8,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് സസ്പെൻഡ് ആയിപ്പോയി. ആൻഡ് ഇറ്റ് വാസ് റിയലി സാഡ് ബിക്കോസ് അത്രയും സെറ്റാക്കി നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പേജ് പെട്ടെന്ന് പോകുമ്പോൾ നല്ല സങ്കടം വന്നു. പക്ഷേ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി 1000 മെമ്പേഴ്സാണ്. അപ്പോൾ എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ട്. സോ വാട്സപ്പ് വഴി ഓർഡേഴ്സ് കിട്ടാറുണ്ട്. പിന്നെ യൂട്യൂബ് വഴിയാണെങ്കിലും യൂട്യൂബിൽ ഞാൻ ഷോർട്സ് ഇടാറുണ്ട് ഡ്രസ്സിൻ്റെ. പിന്നെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നത്. ഇപ്പോൾ അക്കൗണ്ട് പോയാലും എനിക്ക് അത്യാവശ്യം ആ ഒരു ഇത് വെച്ചിട്ടുള്ളതുകൊണ്ട്, ബാക്കപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. അങ്ങനെ ഞാൻ സെക്കൻഡ് അക്കൗണ്ട് തുടങ്ങി. സെക്കൻഡ് അക്കൗണ്ട് സസ്പെൻഡായി. തേർഡ് അക്കൗണ്ടാണ് ഇപ്പോൾ തുടങ്ങിയേക്കുന്നത്. തേർഡ് അക്കൗണ്ട് തുടങ്ങിയിട്ട് 2 വീക്സ് ആയിട്ടില്ല, 1.5 ആഴ്ച ആയിട്ടുള്ളൂ. അതിലിപ്പോൾ 800 ഓൾമോസ്റ്റ് ഫോളോവേഴ്സായി. അപ്പോൾ ഇനി വരുന്ന നാളെ ഞാൻ അതിലൊരു ഗിവ് അവേ കൊടുക്കാൻ പോകുന്നുണ്ട്. സോ ഐ വാസ് പ്ലാനിങ് എവറി വീക്ക് ഞാൻ ഗിവ് അവേ കൊടുക്കാറുണ്ട്, വിച്ച് ഇംപ്രൂവ്സ് മൈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. റോഹിൻ്റെ പേജിനും അത് നല്ലതാണ്. ആൻഡ് ആൾക്കാർക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, മനസ്സിലായത്. ദാറ്റ് ഈസ് ലൈക്ക് എ ബിസിനസ് ക്യാച്ച്. അതൊരു ടെക്നിക്കാണ്, നമ്മൾ ആൾക്കാരെ പിടിച്ചെടുത്താൻ പറ്റിയൊരു വേ ആണ്. സോ ഇതൊക്കെയാണ് ഓരോ ഐഡിയാസ്. പിന്നെ നമ്മളെപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇതെന്ന് നമ്മൾ നോക്കിയിട്ട് ഡെഡ് സ്റ്റോക്ക് വരാത്ത രീതിയിൽ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതായത് ട്രെൻഡ് ഔട്ട് ആയ സാധനങ്ങൾ വർക്കൗട്ട് ആവുമെന്ന് വിചാരിച്ച് ഒരിക്കലും പോയി പർച്ചേസ് ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ ആൾക്കാരെ ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും അനലൈസ് ചെയ്യുക. നമ്മളെവിടെയെങ്കിലും പുറത്ത് പോകുകയാണെങ്കിലും നമ്മൾ അനലൈസ് ചെയ്യുക ആൾക്കാർ എങ്ങനത്തെ ഡ്രസ്സസാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടം വെച്ചിട്ടല്ല ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വാങ്ങുന്ന ഡ്രസ്സിൽ പകുതി എനിക്കിഷ്ടമല്ല, ഞാൻ ഇടുന്ന ടൈപ്പേ അല്ല, എൻ്റെ ടൈപ്പേ അല്ലാത്ത ഡ്രസ്സാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ല ഡ്രസ്സ് വാങ്ങുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടോ അവരുടെ ഇഷ്ടം എന്താണ്, ഈ ഒരു ഏജ് കാറ്റഗറിയിൽ ആൾക്കാർ കൂടുതൽ ഇടുന്ന ഡ്രസ്സ് ഏതാണ്. കോളേജിൽ പോകുന്ന ഗേൾസ് ആണെങ്കിൽ അവർക്ക് എങ്ങനത്തെ കോസ്റ്റ്യൂംസാണ് കൂടുതൽ ഇഷ്ടം. ഞാനിപ്പോൾ കൂടുതൽ ഷോർട്ട് കുർത്തീസാണ് എടുക്കുന്നത്. അതും 499 399 ആ റേഞ്ചിലുള്ള. ബിക്കോസ് ഐ ന്യൂ കോളേജിൽ പഠിക്കുന്നവർ ആ ഒരു ഇതാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മൾ നോക്കാനാണ് നമ്മൾ ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സായിരിക്കില്ല ഞാൻ പർച്ചേസ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. സോ നമ്മൾ കൂടുതൽ ഇപ്പോൾ നിങ്ങൾ ഡൽഹി അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഡൽഹി, സൂറത്ത് ഡൽഹിയുടെ അടുത്ത് തന്നെയാണ്, കുറച്ച് പോയാൽ മതി. മുംബൈ, പിന്നെ പുറത്തുനിന്ന് ഇനി ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ വിയറ്റ്നാം, തായ്ലൻഡ്, ഇവിടെയൊക്കെയാണ് ഡ്രസ്സസ് കുറച്ച് ചീപ്പായിട്ട് കിട്ടുക. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് സ്റ്റോക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ഒരു വട്ടം പോയാൽ അവരായിട്ട് നമ്മൾ കണക്ഷൻ വെച്ചാൽ, ലൈക്ക് ഞാനിപ്പോൾ ഡൽഹിയിൽ പോയിട്ട് അവിടുത്തെ ഹോൾസെയിൽക്കാരും മാനുഫാക്ചേഴ്സൊക്കെ ആയിട്ട് എനിക്ക് കമ്പനി ഉണ്ട്. ലൈക്ക് ഞാൻ ഒറ്റ ട്രിപ്പ് പോയാൽ അത്രയും കണക്ഷൻസ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പോകേണ്ട ആവശ്യം വരത്തില്ല. എപ്പോഴും നമുക്ക് ഡൽഹിയിൽ പോയി 3 days 4 days ട്രാവൽ ചെയ്ത് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എക്സ്പെൻസും കൂടുതലായിരിക്കും. സോ നമ്മൾ അവരായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കുക. ആൻഡ് അടുത്ത വട്ടം ഇപ്പം ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അവർ വീഡിയോ കോൾ ചെയ്ത് ഡ്രസ്സസ് കാണിച്ചു തരും, ഫോട്ടോസ് അയക്കും, ഞാൻ അതിൻ്റെ ക്വാളിറ്റി നോക്കും. അത് ഓക്കെ ആണെങ്കിൽ അവർ ബണ്ടിൽ കൊറിയർ എനിക്ക് അയച്ചു തരും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. നിങ്ങളിനി പുറത്ത് പോയി ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒറ്റ വട്ടം നിങ്ങൾ പോയാൽ മതി. ആൻഡ് വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ, വേറെ ഇനി ഡെഡ് സ്റ്റോക്ക് വരുമെന്ന് നിങ്ങൾക്ക് അത്ര പേടിയാണെങ്കിൽ യു ഹാവ് അനദർ ഓപ്ഷൻ, വാലറ്റ് ഓപ്ഷൻ. അതായത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് പൈസ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ലൈക്ക് സേ ഒരു 20K നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു ഷോപ്പായിട്ട് ടൈപ്പായിട്ട് 20K ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ അവിടെ നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുകയാണ്. 10Kക്ക് നിങ്ങൾ സാധനം എടുത്തെന്ന് വിചാരിച്ചോ, നിങ്ങളത് വീട്ടിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ സെല്ലാവുന്നത് അനുസരിച്ച് വാലറ്റിൽ നിന്ന് പേയ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. സെല്ലാവാത്തത് തിരിച്ച് നമ്മൾ അയച്ചു കൊടുത്താൽ വാലറ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ 10Kക്ക് സാധനം എടുത്തു, 5K അതിൽ നിന്ന് പോയുള്ളൂ, ബാക്കി 5K നമ്മൾ പ്രൊഡക്ട്സ് തിരിച്ചയക്കുകയാണെങ്കിൽ വാലറ്റിൽ 15K തന്നെ ബാലൻസ് ഉണ്ടാവും. സോ നമുക്കങ്ങനെ വാലറ്റ് വൈസും സാധനം പർച്ചേസ് ചെയ്യാം. വിച്ച് അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഡെഡ് സ്റ്റോക്ക് ഇരിക്കത്തില്ല. അതായത് പറ്റാത്ത സാധനം, ട്രെൻഡ് ഔട്ട് ആകുന്ന സാധനം നമുക്ക് തിരിച്ചു കൊടുക്കാം. മനസ്സിലായോ?
അതിന് എഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അറിയണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. കാരണം ഞാനും വാലറ്റ് ബേസിൽ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് സ്റ്റോക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ടൈപ്പ് നോക്കുന്നത്, ബിക്കോസ് ഐ വോണ്ട് ടു നോ വിച്ച് ഇസ് ബെറ്റർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇനി അറിയണമെങ്കിൽ യു ക്യാൻ കോൾ മീ, യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ ഇൻസ്റ്റഗ്രാം. ആൻഡ് വേറെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ആസ് എ സൈഡ് വാട്സപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് നമ്പർ ഷെയർ ചെയ്യുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഗ്രൂപ്പിന് പകരം വാട്സപ്പ് ഗ്രൂപ്പിനും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അവിടെ അഡ്മിൻസ് ഉള്ളിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടാം. ആൻഡ് പേഴ്സണലി ദേ ക്യാൻ DM യു. അപ്പം അങ്ങനെ ചെയ്യാം, സോ ദാറ്റ് നമ്പർ ഷെയർ ആവത്തില്ല. ആൻഡ് പ്ലീസ് ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് ബിഗ് അമൗണ്ട്സ്. ഞാൻ ആദ്യം 60K ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഓൺലൈൻ തുടങ്ങി റീസെല്ലിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞ് 5 ഇയേഴ്സ് എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ 60K പോലും ഫസ്റ്റത്തെ സാധനം സ്റ്റോക്ക് എടുക്കുന്നത്. ആൻഡ് അതുപോലെ നിങ്ങൾ കുറച്ച് എമൗണ്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗ് പ്രോഫിറ്റ്സ് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇപ്പോൾ ഈ സ്റ്റേജിൽ എത്തിയോണ്ടാണ് നമ്മൾ ഓഫ്ലൈൻ സ്റ്റോർ പോലും തുടങ്ങുന്നത്. ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊടുപുഴ. അപ്പോൾ നെക്സ്റ്റ് മന്ത് പെരുന്നാളിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. ഇൻഷാല്ലാ നോക്കാം, നമുക്ക് പെരുന്നാളിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പം ഓൺലൈൻ അത്രയും സെറ്റായിട്ട് പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഓഫ്ലൈനിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, ആദ്യം ഓൺലൈൻ ബിൽഡ് ചെയ്യുക ആൻഡ് ദെൻ ഗോ ഫോർ ഓഫ്ലൈൻ. ഒരിക്കലും ആദ്യം ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങി എന്നാൽ ഓൺലൈൻ നമുക്ക് അത് കഴിഞ്ഞിട്ട് സെറ്റാക്കാൻ നിങ്ങൾ വിചാരിക്കില്ല. ഓൺലൈൻ നിങ്ങളൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളൊരു ബ്രാൻഡ് ആക്കി ആൾക്കാരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയി നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഓഫ്ലൈൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനുള്ള ഷോപ്പിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് കുറേ പോകും. മനസ്സിലായോ? അപ്പം ഓഫ്ലൈൻ തുടങ്ങുന്നതിലും ബെസ്റ്റ് ആദ്യം ഓൺലൈൻ തുടങ്ങുക, ദെൻ ഗോ ഫോർ ഓഫ്ലൈൻ. ആൻഡ് ദെൻ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ക്രിയേറ്റ് എ വെബ്സൈറ്റ്. ഞാനിപ്പോഴും വെബ്സൈറ്റ് തുടങ്ങിയിട്ടില്ല. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു നല്ല വെബ്സൈറ്റ്, അതായത് വർക്കിംഗ് ആയിട്ട് ഫങ്ഷണലായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷോപ്പിൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ 20 to 25K ആവും. നല്ല വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ വെബ്സൈറ്റ്സ് ഉണ്ട്, പക്ഷേ അതിൽ നല്ലത് ആൾക്കാർ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം എപ്പോഴും വെബ്സൈറ്റ്സ്. സോ വെറുതെ തുടങ്ങരുത്. ആൻഡ് അത്രയും ഓർഡേഴ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ലെവല് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ഫ്ലഡഡ് ആയിട്ട് മെസ്സേജസ് വരുവാണെങ്കിൽ വെബ്സൈറ്റ് തുടങ്ങാം. ഇപ്പം ആസ് ഓഫ് നൗ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് ചെയ്യുന്നത്. സോ വി ബോത്ത് ക്യാൻ മാനേജ്. മെസ്സേജും കാര്യങ്ങളും നമ്മൾ നോക്കും, രണ്ടാളും നോക്കും. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ഇനി ഓഫ്ലൈൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും, ബിക്കോസ് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി നിങ്ങളുടെ ഡ്രസ്സ് സെല് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റ് കുറച്ച് ലാഗ് ചെയ്ത് നിങ്ങൾ വെക്കുകയാണ്, അത്ര ഇൻകം നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് റീസെല് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്ഷൻ. ഇനി ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് പറയാം. അതായത് ഒരു 10-12 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഫസ്റ്റ് ഇസ് മാർക്കറ്റ് റീസേർച്ച്. തൊണ്ട പറ്റി. മാർക്കറ്റ് റീസേർച്ച് എന്ന് വെച്ചാൽ കറൻറ്റ് മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം ആൾക്കാർക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് ഇഷ്ടം, എന്താണ് ആൾക്കാർ ധരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് മാർക്കറ്റ് റീസേർച്ച്. സെക്കൻഡ് സ്റ്റെപ്പാണ് ക്രിയേറ്റ് എ ബിസിനസ് പ്ലാൻ. അതായത് എത്ര പ്രൈസിൽ ഇന്ന ഡ്രസ്സ് കൊടുക്കണം, പ്രൊഡക്ട്സ് എവിടെ നിന്ന് നമ്മൾ സോഴ്സ് ചെയ്യണം, പ്രൊഡക്ട്സ് എവിടെ നിന്നാണ് വാങ്ങേണ്ടത്, എത്ര പ്രൈസാണ് ഇന്ന ഡ്രസ്സിന് ഇടാൻ പറ്റുക എന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്യണം. അതായത് ഓവർ പ്രൈസ് ആവാൻ പാടില്ല, എന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാത്ത പ്രൈസ് ആവാൻ പറ്റില്ല. ആൾക്കാർ വാങ്ങുന്ന ലെവലിലൊരു പ്രൈസ് ആയിരിക്കണം നമ്മളെപ്പോഴും ഒരു ഡ്രസ്സിന് ഇടുക. ഓവർ പ്രൈസ് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല. അങ്ങനെ ഇടുന്ന ഇഷ്ടംപോലെ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാനെപ്പോഴും സാധാരണക്കാരുടെ ലെവലിൽ ചിന്തിക്കാറുള്ളൂ. അതാണ് കൂടുതൽ, ആസ് എ മെജോറിറ്റി സാധാരണക്കാരാണ് കൂടുതൽ. സോ അവർക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോസ്റ്റ്യൂംസാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം. പിന്നെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര പ്രോഫിറ്റ് കിട്ടണം, അങ്ങനെ കുറച്ചൊരു ബിസിനസ് പ്ലാൻ നിങ്ങൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യണം. ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ലീഗൽ ഫോർമാലിറ്റി. അതായത് നിങ്ങളിപ്പോൾ ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കുക, ട്രേഡ് മാർക്ക് നോക്കുക. അതായത് ഇന്ന പേര് വേറെ സ്ഥലത്ത് വേറെ കാര്യങ്ങൾക്ക് നിങ്ങളിടുന്ന ലോഗോയും കാര്യങ്ങളും വേറെ എല്ലാം എടുത്തിട്ടുണ്ടോ, അങ്ങനത്തെ ലീഗൽ ഇത് നോക്കുക. പിന്നെ ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും GSTയുടെ കാര്യങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, സോ തേർഡ് സ്റ്റെപ്പ് ഇസ് ലീഗൽ കാര്യങ്ങൾ. ഫോർത്ത് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം തന്നെ സോഴ്സിങ്. അതായത് ഫൈൻഡ് റിലയബിൾ സോഴ്സസ്. എവിടെ നിന്ന് എടുത്താലാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ സെയിം ഡ്രസ്സ് തന്നെ 2 സ്റ്റോറിലുണ്ടാവും, പക്ഷേ നിങ്ങൾ 2 സ്റ്റോറിലും ക്വാളിറ്റി ആൻഡ് റേറ്റ് അന്വേഷിക്കണം. എവിടെയാണ് റേറ്റ് കുറവ്, റേറ്റ് കുറവാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ടോ. സോ കുറച്ച് അന്വേഷിച്ചിട്ട് മാത്രം അതിൽ നിന്ന് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രം നിങ്ങൾ സാധനങ്ങൾ വാങ്ങുക. ഫിഫ്ത്ത് ഇസ് കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഞാൻ പറഞ്ഞ പോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കാവുന്നതാണ്.
പിന്നെ സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ, അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസാണ് ഷോപ്പിഫൈ, ബിഗ് കൊമേഴ്സ്, ഇങ്ങനത്തെ വെബ്സൈറ്റ്സ്. ഷോപ്പിഫൈയിലൊക്കെ എനിക്ക് തോന്നുന്നു പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, ലൈക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി അങ്ങനെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അറിയാം. ഐ ഗിവ് യു ദ നമ്പേഴ്സ്. പിന്നെയുള്ളത് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. അതായത് നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൻ്റെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പം നമ്മൾ ഇനി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ വഴിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഹൈ ഇമേജ് ക്വാളിറ്റി നമ്മൾ അയക്കണം. ആൻഡ് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. വെറുതെ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ എടുത്ത് എന്തിനോ വേണ്ടി ചെയ്യരുത്. യു ഷുഡ് ഹാവ് പെർഫെക്റ്റ് ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോറും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഒരിക്കലും നമുക്കൊരു നിലയിൽ എത്താൻ പറ്റില്ല. സി ഐ ഹാവ് മൈ ഡേയ്സ് വെർ ഐ ഹാവ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഒരിക്കലും അതിനെ എൻ്റെ ബിസിനസ്സായിട്ട് മിക്സപ്പ് ചെയ്യാറില്ല. ബിക്കോസ് ബിസിനസ് ഇസ് ഡിഫറെൻറ്റ് ആൻഡ് ദിസ് ഇസ് ഡിഫറെൻറ്റ്. ഏറ്റവും കരഞ്ഞ് മൂങ്ങി കുത്തിയിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വിളിച്ചാലും ദേ വുഡ് നെവർ നോ ഐ ആം ഇൻ ഡിപ്രഷൻ ഓർ ഐ എം ഇൻ പെയിൻ. അത് ഞാൻ അറിയിക്കാറില്ല. ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് മാനേജ് ബിസിനസ്. ഓക്കെ, നമ്മുടെ മൂഡ് സ്വിങ്സ് ഒരിക്കലും നമ്മൾ കസ്റ്റമേഴ്സിന് എടുത്ത് തീർക്കാൻ പാടില്ല. പിന്നെയുള്ള 7th സ്റ്റെപ്പാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അതായത് സ്റ്റോക്ക് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയും. പ്രൊഡക്റ്റ് ഇപ്പോൾ നിങ്ങൾ സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡെയിലി എത്ര പീസ് ഇന്നതിൻ്റെയാണ് പോകുന്നത്. അപ്പം ഒരു ഡ്രസ്സ് ഇപ്പോൾ ഒരു 10-15 പീസ് ഉണ്ട്. അതിൽ നിങ്ങൾക്കൊരു മാനേജ്മെൻറ്റ് വേണം. എത്ര പീസ് കുറയുമ്പോഴാണ് നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യേണ്ടത് എന്നൊരു കണക്ക് കൂട്ടലുകൾ നിങ്ങളുടെ തലയിൽ വേണം. ലൈക്ക് ഒരു 10 ഡ്രസ്സ് 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഇന്ന ഡ്രസ്സ് കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പെട്ടെന്ന് വയ്ക്കണം. അല്ലാണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന കുറേ ഇഷ്ടംപോലെ സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കാണ്ട് അവർക്കത് റീസ്റ്റോക്ക് ഓപ്ഷൻ കൂടുതലാണെങ്കിൽ, അവർക്ക് ആ ഡ്രസ്സിനോട് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അത് ഒരു ലെവൽ ഓഫ് താഴെ എത്തുമ്പോഴത്തേക്കും തന്നെ അത് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് വേണം. 8th മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതായത് സോഷ്യൽ മീഡിയയാണ് ഏറ്റവും, ഇപ്പോൾ എല്ലാവരും നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം. അപ്പം എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും ലൈക്ക് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് നന്നായിട്ട് ഡ്രസ്സ് പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജ്വല്ലറി ആണെങ്കിലും, ഹാൻഡ് ബാഗ് ആണെങ്കിലും, ഷൂസ് ആണെങ്കിലും, എന്ത് സംഭവം നിങ്ങൾ തുടങ്ങുകയാണെങ്കിലും അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൊളാബറേഷൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെയും നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഓക്കെ, സോ മേക്ക് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. 9th is ബ്രാൻഡിങ്. അതായത് ക്രിയേറ്റ് എ ലോഗോ. അതായത് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോഗോ, കളർ ഫോണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബ്രാൻഡിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരാൾക്ക് ലൈക്ക് ഇങ്ങോട്ട് മെസ്സേജ് വരുമ്പോൾ, നമ്മുടെ ഷോപ്പിൻ്റെ പേജിലോട്ട് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് മെസ്സേജൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ സെറ്റ് ചെയ്ത് വെരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ പേജ് കൊണ്ടുപോവുക. ബ്രാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കളർ ഫോണ്ട് ആണെങ്കിലും, ടെക്സ്റ്റ് ഫോർമാറ്റ് ആണെങ്കിലും, ഫോണ്ട് ആണെങ്കിലും അതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കും. ഇപ്പോൾ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കുന്ന സെയിം ഫോണ്ട്, സെയിം കളറ്, ഡിസ്ക്രിപ്ഷനൊക്കെ സെയിം കളറ്, പാറ്റേൺ, ഇതൊക്കെ നോക്കുക. ബ്രാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഉള്ളത് 9th is കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ്, നമ്മൾ ഒരാൾക്ക് ഡ്രസ്സ് അവർ ഓർഡർ ചെയ്യുന്ന തൊട്ട് അവർക്ക് എത്തുന്നവരെ നമ്മളവരെ പരിപാലിക്കുക. കുട്ടികളെ പോലെ പരിപാലിക്കണം. ഡ്രസ്സ് കിട്ടിയോ, ഡ്രസ്സ് ഇഷ്ടമായോ, ഡ്രസ്സ് എത്തിയോ, ട്രാക്കിങ് കൊടുക്കുക, ഇങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുക. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൂഡ് ഒരിക്കലും കസ്റ്റമർ സർവീസിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. യു ഷുഡ് ബി എ വെരി യൂസർ ഫ്രണ്ട്ലി ഇതായിരിക്കണം നിങ്ങൾ. അവർക്ക് പിന്നെയും നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കസ്റ്റമർ സർവീസ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആൾക്കാരുടെ ആപ്പ ഉപ്പ സ്വഭാവത്തിൽ നിന്നാൽ അവരൊരിക്കലും നമ്മുടെ അടുത്തുനിന്നും പിന്നെയും പർച്ചേസ് ചെയ്യില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ടായിരിക്കും, കുറേ ഷോപ്സിൽ ഓണർ ചൂടായിട്ട് അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിടുന്ന ഇഷ്ടംപോലെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിന് നിൽക്കാണ്ടിരിക്കുക. യു ഷുഡ് ഓൾവേസ് ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ് വെൻ യു ടോക്ക് ടു പീപ്പിൾ. ഓക്കെ. 11th is ലോഞ്ച്. അതായത് ഓൺലൈൻ സ്റ്റോർ ലോഞ്ച് ചെയ്യുന്ന ഓൺലൈൻ സ്റ്റോർ ലോഞ്ച് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് ബ്രാൻഡിങ്, ലോഗോയും ഫസ്റ്റ് തന്നെ ആൾക്ക് കൊടുക്കണം. ലൈക്ക് കൊളാബറേഷൻസ് ചെയ്യണോ, വെബ്സൈറ്റ് ചെയ്യണോ, ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ ലോഞ്ച് ചെയ്ത് പ്രൊഡക്ട്സ് ഇനീഷ്യൽ കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾ ഡിസ്കൗണ്ടിലും കാര്യങ്ങൾക്കും ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും ഞാൻ പറയുന്നു. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറച്ച് ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി, കുറച്ച് പേജിന് റീച്ച് കിട്ടാൻ വേണ്ടി, ആ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഹൈ ആക്കാൻ വേണ്ടി യു ക്യാൻ ഡിസ്കൗണ്ട് ഓഫേഴ്സ്, ഇനീഷ്യൽ കസ്റ്റമേഴ്സ്, ഷിപ്പിംഗ് ഫ്രീ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് ടെക്നിക്ക് ചെയ്താൽ സെറ്റപ്പ് ആയിരിക്കും.
ദെൻ 12th സ്റ്റെപ്പ് ഇസ് അനലിറ്റിക്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. അനലിറ്റിക്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ മത്ലബ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട് എന്നാണെങ്കിൽ ഡെയിലി അവസാനം, അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ അതിൻ്റെ ഇൻസൈറ്റ് നോക്കുക. ഏത് ഡ്രസ്സാണ് കൂടുതൽ പോകുന്നത്, മാർക്കറ്റിംഗ് സെയിൽ ഉണ്ടോ, ഇന്ന ഡ്രസ്സിനില്ലേ എന്നാൽ അത് ഇനി എടുക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. ഇൻകം നോക്കുക, എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്റ്റുഡൻസിനുള്ള ഒരു സംഭവമാണ്. സ്റ്റുഡൻസിന് എങ്ങനെ പൈസ ഏൺ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. printify.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം. പ്രിൻറ്റിഫൈയിൽ വെരി ലോ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട്, വെരി ലോ എന്ന് പറഞ്ഞാൽ വെരി ലോ, അതായത് ഇപ്പോൾ നമുക്കൊരു മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ, നമുക്ക് മെസ്സിനെ ഇഷ്ടം എന്ന് വിചാരിക്കുക. ഐ എം എ മെസ്സി ഫാൻ. സോ മെസ്സിയുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മളൊരു ഇത് കൊടുക്കുക. മെസ്സിയുടെ ഒരു ഹൈ ക്വാളിറ്റി ഫോട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ കൊടുക്കുന്നു, അത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. അവരൊരു printify.com എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ഇത് ടീഷർട്ട്സിൽ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ ഇത് നിങ്ങൾ ആ ടീഷർട്ട്സ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് അതിൽ ഒരെണ്ണം നിങ്ങൾ സാമ്പിൾ എടുക്കുക, സാമ്പിൾ വാങ്ങുക, അവരുടെ നിന്ന് സാമ്പിൾ വാങ്ങിയിട്ട് അത് നിങ്ങളുടെ സോഷ്യൽസ് വഴി ഇൻസ്റ്റാഗ്രാമൊക്കെ ത്രൂ നിങ്ങൾക്കത് സെല്ല് ചെയ്യാം. ലൈക്ക് ബയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഒരു സ്റ്റോർ ഓപ്പൺ ആവും അതിൻ്റെ അകത്ത്. ലൈക്ക് printify.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്വന്തം സ്റ്റോർ ഓപ്പൺ ആവും. അപ്പം അതുവഴി ആൾക്കാർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ആൻ ഇൻകം. ലൈക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും, ഇത്ര കമ്മീഷൻ. ബാക്കി കമ്മീഷൻ ആ പ്രിൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പോവും, അതിൻ്റെ ബാക്കി കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. 50-50 ആയിരിക്കില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സോ അങ്ങനെയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ സാമ്പിൾ ഓർഡർ ചെയ്യുന്ന നിങ്ങൾക്ക് വലിയ ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്ത് അവർ ത്രൂ വരുവാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാം. സോ ദിസ് ഈസ് എ വെരി സിമ്പിൾ സ്റ്റെപ്പ്. അത് ചെറിയ പിള്ളേർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് printify.com. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റാണ് പ്രിൻട്രോ എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റുഡൻസിനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത്. ഇതുപോലെ തന്നെ കസ്റ്റം ടീഷർട്ട്സ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ ഉള്ള വെബ്സൈറ്റാണ് പ്രിൻറ്റ്ഫുൾ. നമുക്ക് ടീഷർട്ട്സ് മാത്രമല്ല, ബാഗ്സിൽ വരെ നമുക്ക് എന്ത് പ്രിൻ്റ് എടുക്കണോ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. കപ്സ്, മഗ്സ്, പിന്നെ ഫ്രെയിം, ഇങ്ങനത്തെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ച് ഓർഡർ പോവുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് കമ്മീഷൻ. ഇതാണ് ബെസ്റ്റ് വർക്ക് ഫ്ലോ ഫോർ സ്റ്റുഡൻസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഒരു ബ്രാൻഡ് പേര് ക്രിയേറ്റ് ചെയ്യുക, ലോഗോ ക്രിയേറ്റ് ചെയ്യുക. ലോഗോ നിങ്ങൾക്ക് ക്യാൻവയിൽ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലായിരിക്കും നല്ല. ഞാൻ മിക്ക ലോഗോസും ചെയ്യാറ് ക്യാൻവയിലാണ്. സോ ക്യാൻവ ത്രൂ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് കുറച്ചും കൂടെ എക്സ്പേർട്ട് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലോഗോ ഡിസൈൻ ചെയ്യാം. പിന്നെ ടീഷർട്ട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക, വിച്ച് ടീഷർട്ട് ഇസ് അട്രാക്റ്റീവ്. ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ അനലൈസ് ചെയ്യുക, മാർക്കറ്റിൽ എന്ത് ടൈപ്പ് ഓഫ് ടീഷർട്ട്സ് ആണ് കൂടുതൽ പോകുന്നത്. ഒരു കാലത്ത് 5 സ്ലീവ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, അപ്പം ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ മാറുക. പിന്നെ ടീഷർട്ട്സ് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, പ്രിൻറ്റിഫൈ അല്ലെങ്കിൽ പ്രിൻട്രോയിൽ അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അവിടെ ഒരു ഷോപ്പിഫൈ സ്റ്റോർ കണക്ട് ചെയ്യുക. ഷോപ്പിഫൈ സ്റ്റോർ മത്ലബ് നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് പ്രിൻറ്റിഫൈ ആയിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് ദെൻ പോസ്റ്റ് റീൽസ്, ഇൻസ്റ്റാ കണ്ടൻ്റ് ഒക്കെ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ടീഷർട്ട്സ് ഇട്ടിട്ട്. ആൻഡ് സ്റ്റോർ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഓർഡേഴ്സ് പ്ലേസ് ആവുന്നതനുസരിച്ച് യു ഗെറ്റ് കമ്മീഷൻ. സോ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യു ക്യാൻ DM me. ഞാൻ കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ടു യു ഗൈസ്. ആൻഡ് ഇങ്ങനത്തെ ഇനിയും യൂസ്ഫുൾ വീഡിയോസ് വേണമെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഇങ്ങനെ സംസാരിക്കുന്നത്. സോ യാ, ബൈ.